വ്യത്യസ്തങ്ങളായ പെൺപാഠങ്ങൾ കൊണ്ട് ലോകമെമ്പാടുമുള്ള പെൺചിന്തകളെ ഉജ്ജ്വലിപ്പിക്കാൻ എത്തുന്ന വേദി ഇത് റെഡ് കാർപ്പറ്റ്. സോ ലെറ്റ്സ് ബിഗിൻ ദി ഷോ. ദിസ് ഈസ് റെഡ് കാർപ്പറ്റ്. ഇന്നത്തെ റെഡ് കാർപ്പറ്റിൽ നമ്മുടെ അതിഥികളായിട്ട് വരാൻ പോകുന്നത് ദമ്പതികളാണ് കേട്ടോ. ഇന്ന് വരാൻ പോകുന്നത് മലയാളി പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള ഒരു അഭിനേത്രിയാണ് സ്റ്റെഫി ലിയോൺ ആൻഡ് ഹസ്ബൻഡ് ലിയോൺ കെ തോമസ്. സോ രണ്ടുപേർക്കും നമ്മുടെ റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. സ്വാഗതം. രണ്ടുപേർക്കും സ്വാഗതം. നല്ല എന്താ പറയാ, അടിപൊളിയായിട്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. നിങ്ങളെ കാണുമ്പോ തന്നെ നല്ല ഉഷാറുള്ള ഈ കോളേജ് സ്റ്റുഡൻസ് ഇല്ലേ, അവരെ കാണുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. രണ്ടുപേരും നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോ നമുക്ക് ഇനി ബാക്കി കുറെ വിശേഷങ്ങളുണ്ട്, അറിയാലോ അല്ലെ കാര്യങ്ങളൊക്കെ. വിശേഷങ്ങളൊക്കെ പറയാൻ റെഡി ആണല്ലോ അല്ലേ? ഓക്കെ. സോ നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഞാൻ ഒരു ചെയർ തരുന്നതായിരിക്കും, അവിടേക്ക് ഇരിക്കാം. ഓക്കെ. അപ്പൊ സ്റ്റെഫി ആൻഡ് ലിയോൺ, എങ്ങനെ പോകുന്നു നിങ്ങളുടെ ഫാമിലി ലൈഫ് ഒക്കെ? സന്തോഷമായിട്ട് പോകുന്നു. നിങ്ങൾ തമ്മിലേ ഒരു പ്രശ്നം വരുമ്പോ വാദിച്ച് ജയിക്കുന്നത് ആരാണ്? വക്കീലാണോ ഡയറക്ടറാണോ? പ്രൊഫഷണലി വാദിച്ച് ജയിക്കും. വീട്ടിൽ നമ്മൾ തന്നെയാണ് വക്കീലും ജഡ്ജിയും ആരാച്ചാരുടെ ആവശ്യം വന്നിട്ടില്ല എങ്കിലും വാദിയും പ്രതിയും ഒക്കെ ഞാൻ തന്നെ ആവാറുണ്ട്. എല്ലാമാണ്. ഈ വീട്ടിലെ സംവിധായകൻ ഉണർന്നു കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? ഒരു ഭാര്യയ്ക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഒരു കഥയാണെങ്കിൽ ആ കഥ ഞാനുണ്ടല്ലോ ഒരു 5-6 പ്രാവശ്യം കേൾക്കണം. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, ഞാൻ ആ പറഞ്ഞത് നിനക്ക് ഓർമ്മയുണ്ടോ? ഞാനാണ് ഓർത്തിരിക്കുന്ന ആള്. അപ്പൊ എല്ലാം വന്ന് പറയും. കാരണം ഒരു ഇപ്പൊ നൈറ്റാണ് ലേറ്റ് ആയിട്ട് വരികയാണെങ്കിലും വന്നു കഴിയുമ്പോൾ ആ കഥയൊക്കെ എന്നോട് പറഞ്ഞു കഴിയുമ്പോൾ ഞാനത് ഓർത്ത് വെക്കണം. പിന്നെ പിറ്റേ ദിവസം ചോദിക്കും, ഞാൻ ആ പറഞ്ഞ എന്തായിരുന്നു? അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഉള്ളൂ. പക്ഷെ അതൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഞാൻ ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ട്. ഈ അതായത് എന്തെങ്കിലും സാധനങ്ങൾ എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ആ ഫ്രെയിമിൽ തന്നെ ആ സാധനം ഇരിക്കണം. അത് അവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ ടെൻഷൻ ആവുന്ന ഇല്ല. അത് കൂടുതലും ഇവിടാണ്. കാരണം ഇവരുടെ ലൈഫിലെ ഏറ്റവും വലിയ ഒരു ഹോബി അല്ലെങ്കിൽ ടെൻഷൻ വരുമ്പോൾ അലമാരി തുറന്നിട്ടിട്ട് നോക്കിയിരിക്കും. അപ്പൊ 2-3 അലമാരി ഉണ്ട്. അതിങ്ങോട്ട് ഇങ്ങനെ നോക്കും. എന്താ? അപ്പൊ എനിക്കറിയാം എന്തോ പ്രശ്നം ഉണ്ടെന്നല്ല. അപ്പൊ നോക്കിട്ട് എന്തോ ടെൻഷൻ വന്നിട്ടുണ്ട്. അലമാരി നോക്കിക്കൊണ്ടിരിക്കും, ഇങ്ങനെ ചിന്തിക്കും. അതായത് ഈ തട്ടിലിരിക്കുന്ന സാധനം എടുത്ത് മറ്റൊരു തട്ടിലേക്ക് മാറ്റും. സാധാരണ എനിക്ക് തോന്നുന്നത് കല്യാണം കഴിഞ്ഞ് വരുമ്പോ പെണ്ണ് വീട്ടിൽ നിന്ന് അലമാര കൊടുക്കുന്നൊരു ചടങ്ങുകളുണ്ട് എനിക്ക് തോന്നുന്നത്. പക്ഷെ ലോകത്ത് ആദ്യമായിട്ട് കല്യാണത്തിന് മുമ്പ് അലമാര കെട്ടാൻ പോകുന്ന ചെക്കൻ്റെ വീട്ടിൽ കൊണ്ട് വെച്ചത് ഇവിടാണ്. അപ്പൊ അതിന്റെ അർത്ഥം ഞാൻ ഇവിടെ തന്നെ ഉണ്ടെന്നുള്ളതായിരിക്കാം. പക്ഷെ ഈ അലമാരയാണ് അവളുടെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ഈ അലമാരയിൽ നിന്ന് ഈ സാധനം എടുക്കുമ്പോൾ ചിലപ്പം നമുക്കൊരു ഐഡിയ ഉണ്ടല്ലോ, ഈ ഷർട്ട് വലിക്കും, മുകളിലത്തെ മതി താഴോട്ട് വീഴും. അത് ഞാൻ തള്ളി അങ്ങോട്ട് വെക്കും, പിന്നെ അത് അടുക്കും. ഇതൊക്കെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഫ്രെയിം നോക്കി അല്ലെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടി കണ്ടിന്യൂറ്റി വീട്ടിൽ ഏറ്റവും കൂടുതൽ നോക്കുന്നത്. ശരിക്കും പറഞ്ഞ അലമാര സിനിമയിലെ അതിഥിക്ക് പകരം സ്റ്റെഫി അങ്ങ് അഭിനയിച്ചിരുന്നു. ശരി. ആൻഡ് നിങ്ങളുടെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ, സ്റ്റെഫി എപ്പോഴും ഞങ്ങളുടെ അടുത്തൊക്കെ സംസാരിക്കുമ്പോൾ പറയാറുണ്ട്, ജോസ്മോനെ വിളിക്കണം എന്ന്. ഞാൻ മനസ്സിൽ വിചാരിച്ചു, ജോസ്മോൻ ആരാണ്? ഇവള് ഏത് സമയം ജോസ്മോനെ വിളിക്കണം? സത്യത്തിൽ ഈ പേരെങ്ങനെ വന്നത് ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾ ഈ ക്രിസ്ത്യൻസിനെ സംബന്ധിച്ച് പള്ളിയിലൊരു പേരിടും. എന്റെ പേര് ജോസഫ് എന്നാണ്. ജോസഫ്. അപ്പൊ എനിക്ക് ഞാൻ പറഞ്ഞ കാര്യം, അപ്പൊ ഇവളുടെ വല്ല പേര് മറിയുന്ന. അതെ, എന്തെങ്കിലും ഞങ്ങൾക്ക് ഉണ്ടാകുന്ന കൊച്ചു ഉണ്ണീശോ ആണോന്നൊന്നുമില്ല. ഞാൻ ജോസഫ് മറിയാണ്. അപ്പൊ അങ്ങനെ വന്നപ്പോ ഞാൻ പറഞ്ഞ കാര്യം, നീ എന്നെ ജോസഫ് എന്ന് വിളിച്ചോ, ജോസപ്പു എന്നൊക്കെ വിളിച്ചോ. ഞാൻ പറഞ്ഞു, നിന്നെ ഞാൻ മറിയെന്ന് വിളിക്കാം. അപ്പൊ അങ്ങനെ ജോസ്മോനായി മാറി. ജോസാപ്പു ജോസ്മോനായി മാറി. അപ്പൊ ഞാൻ നേരെ ഇവിടെ ജോസ് മോളെ എന്ന് വിളിക്കും. അപ്പൊ അങ്ങനെ ഒരു പക്ഷെ പല സ്ഥലങ്ങളിൽ ഇവൾ ജോസ്മോൻ പറഞ്ഞു ഈ വേർഡ് ചുരുങ്ങിയിട്ട് ദുസ്മൻ എന്നാണ് കേൾക്കുന്നത്. അപ്പോ അതന്നെ ഈ കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് പോയിട്ട് ജോസ്മോൻ അയാള് ചോദിക്കാൻ ദുസ്മനോ അതാരം. അപ്പോ അങ്ങനെയും പല പ്രശ്നങ്ങളും ഇപ്പൊ എല്ലാം ഉണ്ട്. ഇനി സ്റ്റെഫിയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ പരിചയമായതും ഒക്കെ കുറെ നാൾ മുമ്പുള്ള പരിചയമാണ്. പക്ഷെ ഈ ലില്ലിക്കുട്ടി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ചെയ്തപ്പോഴാണ് എനിക്കും, അതായത് സ്റ്റെഫിയുടെ ആക്ടിങ് ആണെങ്കിലും അല്ലെങ്കിൽ റിയൽ ലൈഫിലുള്ള സ്റ്റെഫി എങ്ങനെയാണെന്ന് കൂടുതലും മനസ്സിലായത് ആ ഒരു സെറ്റിൽ വെച്ചിട്ട്. ലില്ലിക്കുട്ടിയുടെ കാര്യം പറയും. ലില്ലിക്കുട്ടി ഇപ്പോഴും ഭയങ്കര എന്താണ് പറയുമ്പോൾ ഭയങ്കര ഫീലാണ്. അത് കഴിഞ്ഞു പോയി, പക്ഷെ അതുപോലെ ഒരു സീരിയൽ ഇനിയും വരണമെന്ന് ആഗ്രഹമുണ്ട്. ഇനി സിനിമ വിശേഷം പറയൂ. അതായത് ആദ്യത്തെ സിനിമ ദിലീപേട്ടൻ പ്രൊഡ്യൂസ് ചെയ്ത കഥാവിശേഷനിലാണ് അഭിനയിച്ചത്. അതിലും എങ്ങനെയെങ്കിലും ഓഡിഷൻ ത്രൂ ആണോ വന്നത്? ഓഡിഷൻ ത്രൂ അല്ല, എന്റെ പപ്പയുടെ സുഹൃത്താണ് TV ചന്ദ്രൻ അങ്കിൾ. ആ കെയർ ഓഫിലാണ് പോയത്. അതിനകത്തൊരു ഗുജറാത്തി കുട്ടിയായിരുന്നു. ആ ഒരു ഏജിലുള്ള
ഒരു കുട്ടിയായിരുന്നു വേണ്ടത്. അപ്പം നോർത്ത് ഇന്ത്യൻ സ്റ്റൈലൊക്കെ വേണം, അന്ന് എന്തോ കാണാനൊരു നോർത്ത് ഇന്ത്യൻ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വിളിച്ചു, ഞാൻ പോയി ചെയ്തു. അങ്ങനെയാണ് എൻട്രി വരുന്നത്. അത് നല്ല പിന്നെ അത് കഴിഞ്ഞ് ഒരുപാട് മൂവീസ് ഒക്കെ വന്നു. പക്ഷേ സ്റ്റഡീസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറച്ചൊക്കെ ബ്രേക്ക്, ചിലപ്പോൾ എക്സാമിന്റെ ടൈമിലായിരിക്കും വരിക. അപ്പൊ അതുകൊണ്ട് പോകാൻ പറ്റിയില്ല. നമ്മൾ പഠിത്തം കുറച്ച് ഇമ്പോർട്ടന്റ് ആയി കണ്ടതുകൊണ്ട് അത് വീട്ടിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഈ അച്ഛൻ ശരിക്കും എന്താ വല്ല ആർമി ഓഫീസറാണ്, ഇത്ര സ്ട്രിക്റ്റ് ആവാൻ എന്താ കാരണം? എന്തെങ്കിലും ഒരു ഉദാഹരണം, അദ്ദേഹത്തിന് ഒരു ചിട്ട ഉദാഹരണം, എന്നെ ചെറുപ്പത്തിൽ ഡാൻസ് പഠിപ്പിച്ച്, മീൻസ് ഞാൻ പഠിച്ചത് കലാമണ്ഡലം ചന്ദ്രിക ടീച്ചറിന്റെ അടുത്താണ് ആദ്യ ഗുരു. ടീച്ചറിന്റെ അടുത്ത് തന്നെ കൊണ്ടേ ചേർത്തി. അത് കഴിഞ്ഞിട്ട് സത്യവ്രത മാസ്റ്റർ ആയിരുന്നു രണ്ടാമത് വന്നത്. അപ്പൊ അതേ സമയം തന്നെ എന്നെ മാർഷൽ ആർട്സിലും ചേർത്തിട്ടുണ്ട്. അങ്ങനെ ഒരു മൾട്ടിപ്പിൾ ആയിട്ടാണ് പുള്ളി എല്ലാം കാണുക. വീട്ടിലാണെങ്കിലും അതേ ഒരു സ്ട്രിക്റ്റ് അല്ല പുള്ളി, എല്ലാ കാര്യങ്ങളും എല്ലാം ചെയ്യും, എല്ലാത്തിലും എൻഗേജ്ഡ് ആയിരിക്കും. എന്നെ നോക്കുക, എന്റെ കാര്യങ്ങൾ പോവുക. പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ. ഞാൻ ഒറ്റവാക്കി കാര്യം പറയാം. അങ്ങനെയൊക്കെയാണ് ഫുഡിന്റെ കാര്യത്തിൽ. നല്ല ഈ രസമാണ്. ഞാറ്റുവേല എന്നൊക്കെ പറഞ്ഞിട്ട് ക്ലാസ്സിക്ക് അറിയാവോ? ഞാറ്റുവേല ഈ കൊയ്ത്തല്ല, അതൊരു കാലഘട്ടമാണ്. അപ്പൊ അങ്ങനെ ഓരോ കാലഘട്ടങ്ങളുണ്ട്. ഓരോ സീസണൽ ഫുഡുണ്ട്. ഈ കർക്കിടക മാസത്തിൽ അന്ന് കഞ്ഞി കുടിക്കുന്ന പോലെ സീസണൽ ഫുഡുണ്ട്. അപ്പൊ ചിലപ്പം ഇപ്പം ഈ പറഞ്ഞ എന്നാ നമ്മുടെ ഞാറ്റുവേല സമയത്ത് കഴിക്കേണ്ടത് ചിലപ്പം ഓറഞ്ച് ആയിരിക്കാം. മീൻസ് ആ ഒരു സീസണിൽ സത്യത്തിൽ അതാണ് ഇപ്പൊ ബോഡിക്ക് അത് എഫക്ട് ചെയ്യണത്. അപ്പൊ അങ്ങനെ ആ ടൈം ഒക്കെ വെച്ചിട്ട് ഫാദർ കൊടുക്കും, മനസ്സിലായോ? അപ്പൊ അങ്ങനെയാണ് വളർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മളിപ്പം ഒരു മീൻ കഴിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ രീതി കഴിച്ചു പോകും. പക്ഷെ പുള്ളിക്കാരെ സംബന്ധിച്ച് ആ മീൻ കഴിക്കണം മിനിമം ഒരു 2.5 മണിക്കൂർ വേണം, അല്ലെങ്കിൽ ഫാദറിനെ കൊണ്ടുവരണം. കാരണം വെച്ചാൽ എടുത്തു കൊടുക്കുന്ന പുള്ളിയായിരുന്നു. അങ്ങനെയായിരുന്നു, ഭയങ്കര ഊട്ടി തരും. അതുപോലെ തന്നെ പപ്പന്നെയായിരുന്നു എല്ലാ കാര്യങ്ങളും. പാമ്പറിംഗ് എന്ന് പറയാൻ പറ്റത്തില്ല, അതൊരു രീതിയായിരുന്നു. നിങ്ങൾ തമ്മിൽ എങ്ങനെയാണ് കണ്ടുമുട്ടിയത്? കണ്ടുമുട്ടിയത് എന്ന് വെച്ചാൽ ഞാനൊരു 450-500 മ്യൂസിക് ആൽബം ചെയ്തിട്ടുണ്ട്. 500 അടുത്തെങ്ങാണ്ട് ചെയ്തിട്ടുണ്ട് മ്യൂസിക് ആൽബംസ്. മലയാളം, ഹിന്ദി, തമിഴ്, ഇംഗ്ലീഷ്, അങ്ങനെ തന്നു. അപ്പോൾ മലയാളത്തിൽ ഒരു സാധനം ചെയ്യാൻ നേരം എനിക്ക് മാർഷൽ ആർട്സ് പഠിച്ചൊരു കുട്ടിനെ വേണം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കാലിക്കറ്റാണ് ഞാൻ ആ സമയത്തുള്ളത്. അപ്പോൾ അതിൻ്റെ പ്രൊഡക്ഷൻ വിങ് കാലിക്കറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ എടാ നമുക്ക് ഇങ്ങനെ ഒരു ആളെ വേണം, ഒരു മാർഷൽ ആർട്സ് പഠിച്ച്. അപ്പോൾ പറഞ്ഞു, ചേട്ടാ ഒരു കുട്ടിയുണ്ട്, ഈയുടെ പടത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, ഒടുക്കത്തെ ജാടയാണ്. നമ്മൾ ജാട നമ്മളിപ്പോൾ കെട്ടാൻ വേണ്ടിയിട്ടൊന്നും അല്ലല്ലോ, ഇത് കാര്യം ചോദിക്കുക, അവർക്ക് ഇത് നടക്കോ ഇല്ലോ എന്നുള്ളത് ചോദിക്കുക, അതെന്നും വിളിച്ച് സംസാരിക്കുക. അങ്ങനെ വിളിക്കുന്നു. അപ്പം വിളിക്കുമ്പോഴത്തേന് ഫാദർ ജിയാണ്. അന്ന് പുള്ളിക്കാർക്ക് മൊബൈലൊന്നുമില്ല. ഫാദറിനെ വിളിക്കുന്നു, അതിനെന്താ വരുമോ നമുക്ക് സംസാരിക്കാന്ന് പറഞ്ഞു ചെല്ലുന്നു. അങ്ങനെ ഒരു വിങ് നേരെ വണ്ടി ഓടിച്ചു പോകുന്നു. ഞാൻ ഈ കഥ പറയാണ്. അപ്പോൾ ഞാൻ ഉള്ളത് ഞാൻ പറയാം സ്ട്രൈറ്റ് ആയിട്ട് ഇന്നതാണ് ഇതിനകത്ത് ഫൈറ്റാണ്, അതാണ് ഇതാണ് കാര്യങ്ങളൊക്കെ. 2 ദിവസം വേണ്ടി വരും. കാലിക്കറ്റ് തന്നെ കുറച്ച് ഈ സീക്വൻസ് എടുക്കുന്നത്, ബാക്കി ഞങ്ങൾ പുറത്താണ് എടുക്കുന്നത്. അപ്പോൾ ഫാദറിന് ഇഷ്ടമായി, ഫാദറിനും ഓക്കെ. അമ്മയും ഇവളും ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. അതായത് പ്രത്യേകിച്ച് ഒന്നും ചോദിക്കുന്നില്ല. കുറച്ച് ഞാൻ അതെന്തോ ഒരു അറം പറ്റിയ പോലെ ആയെന്ന് തോന്നി. ലാസ്റ്റ് ഞാൻ പെണ്ണ് കാണാൻ വന്നൊന്നും അല്ല, ഒന്ന് പറയാമോന്ന് ചോദിച്ചു. എനിക്കല്ല അടുത്ത ആളെ നോക്കണം, എനിക്ക് മറ്റന്നാൾ ഷൂട്ടുള്ളതാണ്. ഞങ്ങൾ നോക്കിയിട്ട് പറയാമെന്ന് അമ്മയുടെ കൗണ്ടർ ഇറങ്ങി പോടാന്നായിരിക്കും ഉദ്ദേശിച്ചത്. അവിടുന്ന് ഞാൻ പോന്നു. വൈകിട്ട് ഫാദർ പറഞ്ഞു കുഴപ്പമില്ല, നാളെ എപ്പോഴാന്ന് പറഞ്ഞാൽ മതി പറഞ്ഞു. പിറ്റേന്ന് വന്നു, എല്ലാം കഴിഞ്ഞ് കണ്ടുപോയി. പിറ്റേന്ന് അന്ന് വൈകിട്ട് പോയപ്പോഴത്തേക്കിന് പോയി. അപ്പോൾ ആ സമയത്ത് എൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടറെ, അച്ഛാ ആ കൊച്ച് നിങ്ങൾക്ക് പറ്റിയതായിട്ടെന്ന്. അപ്പോൾ ഞാൻ ആണോടാ പിന്നെ. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേന് പിറ്റേന്ന് കുറച്ച് ദിവസം അടുത്തൊരു ഹിന്ദി മ്യൂസിക് ആൽബം വന്നു. അതിനകത്ത് ഈ പറഞ്ഞ 3 ലേഡീസാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ ക്യാമറാമാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാൻ, നമുക്ക് മറ്റേ കുട്ടിനെ വിളിക്കാം. പുള്ളിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പോയി. ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു വെച്ചു. അങ്ങനെ അത് ഡാൻസ് നടക്കുന്ന സമയത്ത് അത് തുടങ്ങുന്നതിന് മുമ്പ് വെച്ചു. ക്യാമറമാൻ്റെ നമ്പറേ ഉള്ളൂ, എൻ്റെ നമ്പറൊന്നും ഇവരുടെ ഇല്ല. വിളിച്ചു. അപ്പോൾ അദ്ദേഹം കുറച്ച് ഏജുള്ള ആളായതുകൊണ്ടായിരിക്കാം അവർ തമ്മിൽ അതൊന്ന് ലിയോച്ചറിന് കൊടുക്കും. ലിയോച്ചർ എനിക്ക് ഇനി അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ഡയറക്ഷൻ പഠിക്കാൻ താല്പര്യമുണ്ട്. ഞാൻ ഞെട്ടിപ്പോയി, എൻ്റെ അടുത്തുനിന്ന് എന്ത് പഠിക്കാനാണ്? അപ്പോൾ ഞാൻ ചോദിച്ചു, നല്ല കാര്യം പഠിച്ചോ, പക്ഷേ ഇത് പാഷനാണോ അത് പ്രൊഫഷൻ ആക്കാനാണോ? ഒരു ഡിഗ്രി അന്ന് ഫൈനൽ ഇയറിനാണ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്താണ് ഉദ്ദേശം? അല്ല എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. പിറ്റേന്ന് ഈ ഷൂട്ടിന് വന്നു ചോദിച്ചു, അതാണ് കോമഡി കേട്ടോ, അവിടെയാണ് ഇതിൻ്റെ ക്ലൈമാക്സ് എന്ന് ചോദിച്ചു. എപ്പോഴാണ് തുടങ്ങാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരു 10 മണിയൊക്കെ ആവുമ്പോൾ തുടങ്ങാൻ വേണ്ടി. 10 ആവൂലേ? അപ്പോൾ ഞാൻ എന്താ അല്ല മേക്കപ്പ് ഇട്ട് വന്നിരിക്കുകയാണ്. ഞാൻ ചെന്തൂരി അല്ല 10 കഴിഞ്ഞിട്ട് തുടങ്ങാവോ? ഞാൻ എനിക്കാണ് രാവിലെ 6 മണിക്ക് തുടങ്ങാൻ പറ്റാൻ ചീത്ത വിളിച്ച് നടക്കാൻ ഞാൻ അങ്ങനെ എങ്ങനെയൊക്കെ ആയിട്ട് ഈ കുട്ടീൻ്റെ പ്രാർത്ഥന കൊണ്ടാന്ന് തോന്നുന്നു 10:30 മണി കഴിഞ്ഞു. അത് 10:30 വരെ രാഹുവാണ്. അത് സംഭവം അതാണ്. 10:30 രാഹു കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് ദക്ഷിണ വെക്കണം. എനിക്ക് പോലും അറിയുമോ? അങ്ങനെ ഇങ്ങോട്ട് ഫ്ലോറിൽ ഫുള്ള് ലൈറ്റപ്പ് എല്ലാം കഴിഞ്ഞ് ഫൈനലാക്കി ഫ്ലോറെല്ലാം ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ഷൂട്ട് തുടങ്ങാൻ നിൽക്കുമ്പോൾ ലൈറ്റ് ഓഫ് ഇട്ടേക്കാണ്. ഒന്ന് വരാമോ എന്ന് ചോദിച്ചു. എന്താ ദക്ഷിണ വെക്കാണ്? ഞാൻ ഞെട്ടി, ദക്ഷിണയോ? അങ്ങനെ നേരെ ഉണ്ട്. അപ്പം എൻ്റെ ക്യാമറ കൊടുത്ത പണിയോ അങ്ങോട്ട് മാറുന്നു, ഇവിടെ തിരക്കല്ലേ ഫ്ലോറിൽ. അപ്പോൾ അയാൾ മാത്രം അവിടെ പോകാൻ പറഞ്ഞു. അപ്പോൾ അവിടെ പോയിട്ട് കിഴക്ക് അവിടെ നമ്മൾ കിഴക്ക് എങ്ങോട്ട് വെച്ച് നിൽക്കുക, കിഴക്കോട്ടൊക്കെ തിരിഞ്ഞ് നിന്നിട്ട് ഈ സാധനം കിട്ടോ വെച്ച് ഈ ക്യാമറമാൻ ചെയ്ത് നമ്മുടെ DOP ചെയ്ത പണിനറിയോ? ഇവള് ദക്ഷിണ തരുമല്ലോ, എന്നിട്ട് കാലിട്ട് വീഴുന്ന ആ ടൈമിൽ തന്നെ ഓൾ ലൈറ്റ്സ് ടക്കാന്ന് ഫുൾ ലൈറ്റ് വീഴുമ്പോൾ കംപ്ലീറ്റ് ക്രൂ കാണുന്നില്ല. ഇവള് കാലത് ഇങ്ങനെ പോണ്ട്. അപ്പോൾ ഞാനിത് ഇങ്ങനെ
ആന്നേ എഴുന്നേക്കുന്നു. അപ്പൊ നോക്കുമ്പോൾ 101 രൂപ സംഭവം പാക്ക് പറ്റില്ല, അത് പോക്കറ്റിലേക്ക് തള്ളി കയറ്റി അത് ആ വഴി പോയി. പിന്നെ സംഭവം എന്ന് വെച്ചാൽ എനിക്ക് ഓട്ടോമാറ്റിക്കലി എനിക്കൊരു തോന്നൽ തോന്നി. ഞാൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരെ സ്ട്രേറ്റ് ചോദിച്ചു, ആരെങ്കിലും പ്രണയിക്കുന്നുണ്ടോന്ന് ചോദിച്ചു. അതുകൊണ്ട് ഇനിയിപ്പോൾ എന്താ, അതിന് പ്രത്യേകിച്ചൊന്നുമില്ല, ഇല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ടോ. ഞാൻ ഞെട്ടി. അത് കല്യാണം കഴിക്കാൻ താല്പര്യം വെറുതെ എനിക്ക് സിനിമയൊക്കെ പോകാൻ പറ്റില്ല, കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്. അപ്പൊ പറഞ്ഞു അല്ല അതല്ല കാര്യം പറഞ്ഞാണ്, എനിക്ക് മേലാൽ ഇങ്ങനെയുള്ള കാര്യമായിട്ട് സംസാരിക്കാൻ പറ്റില്ല. ഈ ചേട്ടൻ അങ്ങനെ പറഞ്ഞപ്പോ ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് പോയല്ലോ. ഇത് വേർഷൻ 2. രാത്രി കാലത്തെ ആലോചന എന്താ? ഞാൻ ചിന്തിച്ചു, കറക്റ്റ് ആണ്, ചിന്തിച്ചു. അപ്പൊ ഇങ്ങനെ വന്നപ്പോ ഞാൻ അമ്മയടുത്ത് പറഞ്ഞു, അമ്മ ഇങ്ങനെ ഒരു കാര്യമുണ്ട്, അന്ന് വന്ന ആള് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞു. പപ്പ എടുത്തും പറഞ്ഞു. അവരാരും ഒന്നും മിണ്ടിയില്ല. പക്ഷെ അമ്മ പറഞ്ഞു അതവിടെ നിക്കട്ടെ, നീ ഇപ്പൊ പഠിക്കണ കാര്യല്ലേ, അത് അന്നേരം നോക്കാന്ന്. പക്ഷെ പപ്പ എടുത്ത് പറയുമ്പോ ഞാൻ പറഞ്ഞല്ലോ, പപ്പ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. കാരണം അപ്പൊ പപ്പയുടെ ഒരു അനലൈസേഷൻ ഉണ്ടാവും, എന്താണ് ആളെങ്ങനെയാണെന്നൊക്കെ. പപ്പയ്ക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ആളെ. ഓ അത് ശരി. ഒരു 6 മാസം കഴിഞ്ഞപ്പം ഞാൻ ആളെ ഒന്ന് പഠിച്ചു എന്താണെന്നുള്ളത്. എന്നിട്ട് ഞാൻ പറഞ്ഞു ഓക്കെ കല്യാണം കഴിക്കാം, അങ്ങനെ വെച്ചാൽ നോക്കട്ടെ എന്ന്. എന്തായാലും എനിക്ക് ഇത്രയും കഥ കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ഭയങ്കര ഭാഗ്യമുള്ള കുട്ടിയായിട്ടാണ്. ആദ്യം അച്ഛൻ്റെയും അമ്മയുടെ ഒക്കെ സപ്പോർട്ട്, പിന്നെ ഹസ്ബൻഡിന്റെ അമ്മ, അച്ഛൻ, ഫാമിലി, അങ്ങനെ കരിയറും എല്ലാ കാര്യവും വളരെ മനോഹരമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന പെൺകുട്ടികള് ശരിക്കും ലക്കിയാണ്. അല്ല അതൊരു പരിധി വരെ. എനിക്ക് കല്യാണം കഴിഞ്ഞ് ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് എല്ലാ അമ്മമാരും ഒരു അഡ്വൈസ് തരുമല്ലോ. അപ്പൊ എൻ്റെ അമ്മ എനിക്ക് തന്നിട്ടുള്ള അഡ്വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിന്നിപ്പോൾ കല്യാണം കഴിപ്പിച്ച് വിട്ടു, ഒരു കംപ്ലൈന്റ് അവിടെ അങ്ങനെയാണ് ഇവിടെ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് എനിക്കൊരു കോള് വരാൻ പാടില്ല. അവൻ എവിടെ കിടക്കുന്നോ അവിടെ നീ കിടന്നോളുക. അപ്പൊ വിരിച്ച് കിടക്കാനാണെങ്കിൽ അവിടെ കിടന്നോളുക. ഇത് അവിടെ ഇല്ലെന്നല്ല ഈ പറഞ്ഞു വരുന്നത്, ഒരു അഡ്വൈസ് ആണ് എനിക്ക് തരുന്നത്. അപ്പൊ അത് ഞാൻ പബ്ലിക്കിലും അല്ലെങ്കിൽ എനിക്ക് വരുന്ന ക്ലയൻസിനോടൊക്കെ ഞാൻ പറയാറുണ്ട്, നിങ്ങൾ ഇങ്ങനെ ഒരു ഇതിൽ ചിന്തിച്ചു നോക്കൂ, നല്ലതായിരിക്കും. ഇനി കല്യാണം കഴിഞ്ഞ് പോകുന്ന പെൺപിള്ളേരെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളെ ഭർത്താവ് എങ്ങനെയാണോ എല്ലാം ഉൾക്കൊണ്ട് ഇപ്പൊ അടിയും കുത്തും ചവിട്ടും കേട്ടിട്ടണമെന്നല്ല ഞാൻ ഈ പറയുന്നത്. സാഹചര്യങ്ങൾ നമ്മളൊന്ന് ഒതുങ്ങി ചിന്തിക്കുക, നമ്മുടെ എങ്ങനെയാണ് നമ്മൾ ആ വീട്ടിൽ എങ്ങനെയാണ് താമസിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത് എന്നൊക്കെ ഒന്ന് ചിന്തിക്കുക. അതായത് ഒരു ബിഹേവിംഗിലാണ്. അതെ തീർച്ചയായിട്ടും. അങ്ങനെയാണ് നിങ്ങളുടെ ഈ ഫാമിലി ലൈഫും. പക്ഷെ ഈ സ്റ്റോറി കേട്ട് ഇപ്പൊ എനിക്കാണെങ്കിലും ഇവിടെ സ്റ്റുഡിയോയിൽ കേട്ടുകൊണ്ടിരിക്കുന്നവർക്കും പ്രേക്ഷകർക്കൊക്കെ കുറച്ച് നല്ല നല്ല കാര്യങ്ങൾ ഇതിൽ നിന്ന് എടുക്കാൻ തീർച്ചയായിട്ടും ഉണ്ടാവും. എന്തായാലും ഭയങ്കര സന്തോഷമായി ഇത്ര ഓപ്പൺ ആയിട്ട് നിങ്ങളുടെ ഈ ലൈഫ് സ്റ്റോറി പറഞ്ഞു തന്നത്. അപ്പോൾ ഇനി നമുക്ക് നിങ്ങളുടെ രണ്ടുപേരുടെയും ഈ മനപ്പൊരുത്തം നമുക്കൊരു ഗെയിമിലും കൂടി കാണാനുണ്ട്. ഈശോ, അതിനുവേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. റെഡിയാണോ? റെഡി. യെസ്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും എന്താ ഗെയിം കളിക്കാൻ ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. ഇതെന്താണ്? ഗ്ലാസ്. ഈ ഗ്ലാസ് കൊണ്ട് നിങ്ങൾ പിടിക്കണം. എന്ത്? അതാണ്. കുറച്ച് ബോൾസ് ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആൻഡ് ഈ ഗെയിം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആദ്യം ലിയോൺ ചേട്ടനാണ് കളിക്കുന്നെങ്കിൽ ലിയോൺ ചേട്ടൻ എന്ത് ചെയ്യണം? സ്റ്റെഫിയുടെ കയ്യിൽ ഈ ഗ്ലാസ് കൊടുക്കുമ്പോൾ ഈ ബോൾ ഇങ്ങനെ എറിയണം. അപ്പൊ ഞാൻ ക്യാച്ച് ചെയ്യും, സ്റ്റെഫി അത് ക്യാച്ച് ചെയ്യണം. ഓക്കെ. പിന്നെ താങ്കൾ ക്യാച്ച് ചെയ്യാൻ നിൽക്കണം, സ്റ്റെഫി എറിയും. അപ്പോൾ ക്യാച്ച് ചെയ്യുന്നത് 1 മിനിറ്റിനുള്ളിൽ എത്ര ബോൾസ് ക്യാച്ച് ചെയ്യും എന്നുള്ള അനുസരിച്ചാണ് നമ്മൾ പോയിന്റ് കൊടുക്കുക. ഓക്കെ. അപ്പൊ എന്തിനും തയ്യാറായിട്ടുള്ള ഒരു യുദ്ധത്തിന് നമ്മൾ പോവാണ്. റെഡി അല്ലേ? റെഡി. ആദ്യം ആര് എറിയും? എറിഞ്ഞു വീഴ്ത്താൻ മിടുക്കനായ ലിയോൺ ചേട്ടൻ ആദ്യം എറിയുന്നതായിരിക്കും. ഓക്കെ. അപ്പൊ ഗ്ലാസ് പിടിച്ചോളൂ. ഓക്കെ. എനിക്ക് കിട്ടണില്ല. റെഡ് കാർപ്പറ്റിന് മാറിക്കോ, റെഡ് കാർപ്പറ്റിന് പോകൂ. വെരി ഗുഡ്. അതേപോലെ തന്നെ ഒന്നൂടെ അതേപോലെ ശ്രദ്ധിച്ച്. 2 3 4 മിടുക്കിയാണ്. ശ്രദ്ധിച്ചു കഴിഞ്ഞാ അയ്യോ ബൗൺസ് ആയി. ഗ്ലാസ് നേരെ പിടിക്കൂല. ഈ കുട്ടിക്ക് ബുദ്ധിയുണ്ട് അല്ലേ? എനിക്ക് ബോധമില്ല. വെരി ഗുഡ്. അസലായിട്ട് കളിക്കുന്നുണ്ട് സ്റ്റെഫി. എല്ലാം കയ്യിൽ നിന്ന് പോയി. ഗെയിമിൽ 1 മിനിറ്റ് അങ്ങനെ നമ്മുടെ ബോൾ തീർന്നിരിക്കുകയാണ്. എത്ര എണ്ണം നോക്കട്ടെ? 1 2 3 4 5 6. അങ്ങനെ വളരെ ഗംഭീരമായിട്ട് 6 ബോൾസ് കളക്ട് ചെയ്തിരിക്കുകയാണ് നമ്മുടെ സ്റ്റെഫി. അപ്പൊ സ്റ്റെഫി മിടുക്കിയാണ്. അപ്പൊ ഇനി ചേട്ടന്റെ ലക്ഷ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 7 ബോൾ കളക്ട് ചെയ്യണം.
തീർച്ചയായിട്ടും. ഓക്കെ ഓ. റെഡിയാണോ? Ready. തയ്യാറാണോ? യെസ് റെഡി. ഇനി ഞങ്ങൾ ചെറുക്കന്റെ വീട്ടുകാരുടെ കലാപരിപാടികളാണ്. നീ ആരെ നോക്കണേ ശിവകുട്ടി? ഇന്നല്ലാതെ നമ്മുടെ തക്കളി ശ്രദ്ധിച്ചാൽ മതി എന്നാണ് സ്റ്റെഫി പറയുന്നത്. പിന്നെ 1 കിലോമീറ്റർ അപ്പുറത്ത് കൂടെ പോണ ബോൾ ചാടി പിടിക്കാൻ ഞാൻ ഡിങ്കന ബൗൺസ് ചെയ്യുന്നുണ്ട്. എന്റെ അഭിമാനം രക്ഷിച്ച ഓർമ്മയിലെത്തല്ലോ. ഗുഡ് അല്ല. ഫോക്കസ് ചെയ്യുന്ന ബോൾ. സ്റ്റെഫി റെഡ് കാർപ്പറ്റിൽ നിന്ന് പുറത്ത്. എനിക്ക് ബാറ്റ് തരും, ബാറ്റ്. ഷട്ടിൽ കളിക്കാനല്ല പറഞ്ഞത്. ജോസനെ കറക്റ്റ് ഇടത് പറഞ്ഞേ. കറക്റ്റാണ്. ശ്രദ്ധിക്കണേ. നീ പകപോക്കാണല്ലേടാ. വെരി ഗുഡ്. നീ 4 കൂടെ ഉള്ളു എടുക്കണം. ബോൾ തീരാറായ ശ്രദ്ധിക്കുക. വെരി ഗുഡ് വെരി ഗുഡ്. 4 ആയിരിക്കാണ്. 4 5. ഗംഭീരമായിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു നിങ്ങൾ രണ്ടുപേരും. ഞാൻ വിചാരിച്ചു ലിയോൺ ചേട്ടൻ ചിലപ്പോ തോൽക്കുമെന്ന്. പക്ഷേ നമ്മൾ ചില ഈ ഫുട്ബോൾ മാച്ച് കാണുമ്പോ ഇങ്ങനെ അവസാന നിമിഷം ഗോൾ അടിക്കുന്ന പോലെ ഇല്ലേ, അതേപോലെയായിരുന്നു. അപാര മനപ്പൊരുത്തം. കണ്ണു കിട്ടാതിരിക്കട്ടെ. തീർച്ചയായും കണ്ണുപെടാതെ അതെ, കണ്ണുപെടാതിരിക്കട്ടെ. അതായത് ഒരാൾ തോറ്റു ഒരാൾ ജയിച്ചു എന്ന് പറയാൻ എനിക്ക് അവസരം തരാതെ നിങ്ങൾ രണ്ടുപേരും ജയിച്ചിരിക്കുകയാണ്. അപ്പൊ ഞങ്ങളുടെ റെഡ് കാർപ്പറ്റിന് വക ഒരു ചെറിയൊരു സ്നേഹസമ്മാനം. സന്തോഷം. ഓക്കെ. അപ്പൊ അങ്ങനെ നമ്മള് ഗെയിം കളിച്ച് ഹാപ്പി ആയിട്ട് സമ്മാനമൊക്കെ മേടിച്ച് നിൽക്കുകയാണ്. ഇനി നിങ്ങൾക്ക് അതായത് സാധാരണ നമ്മൾ തോൽക്കുമ്പോൾ ഒരു പണിഷ്മെന്റ് കൊടുക്കാറുണ്ട്. പക്ഷെ നിങ്ങൾ ജയിച്ച് നിൽക്കുന്ന സന്തോഷത്തിൽ നിങ്ങൾ ഇത്ര സ്നേഹനിധിയായ ഭാര്യ ഭർത്താവുമായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് നിങ്ങളുടെ രണ്ടുപേരും ഒരു പെർഫോമൻസ് കാണാൻ ആഗ്രഹമുണ്ട്. അതായത് ഡയറക്ടറും ആർട്ടിസ്റ്റുമായിട്ടാണല്ലോ നിങ്ങൾ ജീവിതത്തിലും ഇവിടെയൊക്കെ നിൽക്കുന്നത്. അപ്പോൾ ഒരു ചൂലിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് നമ്മള് സ്റ്റെഫീനെ ഏൽപ്പിക്കുകയാണ്. ആ ചൂലിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് സ്റ്റെഫി നിൽക്കുമ്പോൾ അത് ഡയറക്റ്റ് ചെയ്യേണ്ടത് നിങ്ങളാണ്. ചൂലിന്റെ പരസ്യത്തിന്റെ പ്രൊഡ്യൂസറായിട്ട് സ്വാസിക വരണം. ഞാൻ വരാം. വെറുതെ ഇരുന്നാ മതി. അവരുടെ റെഡി? ഓക്കെ റെഡി. എന്താ ഡയറക്ടറെ വല്ലതും നടക്കുമോ? നിങ്ങൾ ആർട്ടിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോ വരാനാ? എനിക്ക് വേറെ മുംബൈക്ക് പോകാനുള്ളതാണ്. അതെ, ഇതേ ചൂലിന്റെ പരസ്യം വേറെ ചെയ്യുന്നുണ്ടോ? പിന്നെ അതെ അല്ലേ, ഇത് മലയാളം വേർഷൻ ആയിരിക്കും. എന്തായി ആ കുട്ടി എപ്പോ വരും? ആ കുട്ടിയെ ഞാൻ വിളിക്കാം. ഇവിടെ ഉണ്ട്. കാരണം കുട്ടി തൂത്തിട്ടില്ല ഇതുമായിട്ടും. തൂത്ത് തുടച്ചിട്ടൊന്നുമില്ല. അപ്പൊ അതിന് കാശ് പോവോ? കാശ് പോകാൻ സാധ്യതയില്ല. ചിലപ്പോ കിട്ടും, നമുക്ക് നോക്കാം. ഫോൺ വിളിക്കുക, കുട്ടി ഫോൺ വിളിക്കുക. ഫോണില്ല, കൈയായിട്ട് വിളിച്ചാ വരും. ഫോണിന്റെ ആവശ്യമില്ല, അടുത്ത് തന്നെ ഉണ്ട്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. യെസ്, ഗുഡ് മോർണിംഗ്. വിത്ത് മേക്കപ്പ് എല്ലാം ഞാൻ റെഡിയാണ്. ഈ കോസ്റ്റ്യൂം മതിയോ? സാധാരണ ഈ കോസ്റ്റ്യൂം വേണ്ട, ഇതല്ല വേണ്ട, സാരിയും ഇതൊക്കെ ആയിരുന്നു വേണ്ടത്. പക്ഷേ നൈറ്റ് ഇട്ട് വന്നാ മതിയായിരുന്നു. നൈറ്റ് മതിയായിരുന്നു, പക്ഷെ കുഴപ്പമില്ല, നമുക്കിത് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാം. നൈറ്റി ഇട്ടാലും ജീൻസ് എന്ത് നിങ്ങൾ ഇട്ടാലും എന്റെ പരസ്യം നന്നായിട്ടിരിക്കണം. ഞാൻ കാശ് എണ്ണി കൊടുക്കുന്നതാണ്. റെഡി? എന്നെ ധാരണയാണെന്നറിയോ? ഓക്കെ, അപ്പൊ നമുക്ക് വേണ്ട എന്താന്ന് വെച്ചാല് സാധാരണ എങ്ങനെ തൂക്കുന്ന അറിയോ? ഇല്ല, അറിയത്തില്ല. അത് നമ്മൾ ഇങ്ങനെ വെച്ച് തൂക്കും. അങ്ങനെ തൂക്കണം. അപ്പൊ ഞാൻ ആദ്യത്തെ ഇതിൽ ഇങ്ങനെയാണോ തൂക്കണ്ടേ? ആണോ? ഇങ്ങനെ മതി. നമ്മള് ഈ ചൂല് മോഡലിനെ വെച്ച് ഡാൻസ് അറിയാവുന്ന ഒരാളെ വേണമെന്ന പ്രൊഡ്യൂസർ പറഞ്ഞത്. ഡാൻസർ ഒരു ഇതുണ്ടാവല്ലോ, ഒരു ഡാൻസറെ സംബന്ധിച്ച് അവർ തൂക്കുമ്പോൾ ഒരു താളം ഉണ്ടാവും. എങ്ങനെ എനിക്കിത് മനസ്സിലാവുന്നില്ല. അതായത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ സാധാരണ പെണ്ണുങ്ങൾ ഈ കൈ പുറത്ത് വെക്കും. താളം ഉണ്ടാണ്. അതായത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കണ്ണ് കാണാത്ത കമ്പം കൊണ്ട് പോകണുണ്ട്. ഇങ്ങനെ പിടിച്ചോ, കറക്റ്റാണ് തൂക്കും. തൂക്കണം. ഓക്കെ, പഠിപ്പിച്ചു വരുമ്പോൾ തന്നെ ഈ പ്രൊഡക്റ്റ് തീർന്നു പോകുന്ന പേടി. റെഡിയാണ് സാർ? റിഹേഴ്സൽ റെഡി? ക്യാമറ ആക്ഷൻ. പോട്ടെ. നോവും. കൊള്ളാവോ പ്രൊഡ്യൂസറെ?
ഒരു 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 ഓളം ഉണ്ട്. ഒരു ഓളം ഉണ്ട് മൊത്തത്തിൽ ഇത് ചൂല്. പറയണോ എന്റെ ചൂലിനെ കുറിച്ച് പറയാ. ചൂല് പറ. എന്റെ ചൂലിന്റെ പേര് പറഞ്ഞ് പറയണം. ചൂലെന്ന് മതിയോ അതോ ചൂൽ? ചൂലോ സാധാരണ നമുക്ക് അൽ എന്നിട്ട് കഴിഞ്ഞാൽ അത് അറബി സ്പോട്ടന്റ് ആവും. കിടക്കട്ടെ. ഓക്കെ അപ്പൊ ഞാൻ ലാസ്റ്റ് പറഞ്ഞു ലാസ്റ്റ് എന്തെങ്കിലുമൊക്കെ പറയും. ശരി, അത് വേണ്ട, അത് നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇത് ലാസ്റ്റ് എൻഡ് കാർഡ്. എൻഡ് കാർഡ് ക്യാമറ നോക്കിട്ട്. ഓക്കെ അതെ, ഞാൻ കണ്ടിട്ടുണ്ട് ഇത് ഇങ്ങനെയൊക്കെ വരുന്നു. അങ്ങനെയൊക്കെ വരാൻ പറ. ഈ മുടിയൊക്കെ ഇതൊക്കെ വരട്ടെ. അല്ലേ, എങ്കിൽ പിന്നെ നിങ്ങൾക്ക് ചെയ്താ പോരാ. എന്നെ പിടിച്ചുകൊണ്ട് വല്ല കാര്യം ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, ഈ ചൂല് കറങ്ങുന്ന മുടിയും കറങ്ങണം. റെഡി, ക്യാമറ ആക്ഷൻ. എനിക്ക് ഒട്ടത്തിൽ നിർത്ത്. ചൂൽ, കേരളത്തിന്റെ സ്വന്തം ചൂൽ, മനോഹരമാണ്. ഏവർക്കും ഉപയോഗിക്കാം, എപ്പോ വേണമെങ്കിലും എന്ത് വേണം തൂക്കാം, എന്ത് വേണമെങ്കിലും തൂക്കാം. തൂത്താൽ പോകും. തൂത്താൽ പോകും. ദ ചൂൽ അല്ല, ദ ചൂൽ. മതി. ഓക്കെ.